श्री कृष्ण चैतन्य प्रभु दया करो मोरे। श्री कृष्ण चैतन्य प्रभु दया करो मोरे। ശ്രീവാസ് ടാക്കൂറിന്റെ വീട്ടിൽ മഹാപ്രഭു ഒരു തവണ 72 മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ട് നാമസങ്കീർത്തനം ചെയ്ത് ഭക്തിയുടെ പരവശമായ ആനന്ദമായ ഉന്നതമായ നിലയെ ആ ഒരു സ്റ്റേജ് മഹാപ്രഭു മാത്രമല്ല ചുറ്റി നിൽക്കുന്ന ഭക്തന്മാരെല്ലാം ഉന്മത്തരായി നൃത്തം വച്ച് കർത്താലം കളിക്കുന്ന ആള് മറന്നുപോയി. ഇതിനൊക്കെ നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലാക്കാം. ഏത് സർവീസ് ചെയ്താലും ബോധപൂർവം ചെയ്യണം. ഇന്ന് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൊക്കെ കാണാൻ പറ്റും. കർത്താൽ വായിക്കുന്നവര് പാടത്തേയില്ല, മൃദംഗം വായിക്കുന്നവര് പാടില്ല, ലീഡ് സിംഗർ മാത്രം. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാൻ കർത്താൽ കളിക്കുന്ന ആളാണ്, അപ്പൊ അദ്ദേഹം കർത്താൽ മാത്രമേ കളിക്കും, പാടില്ല. മൃദംഗം വായിക്കുന്നവർ മൃദംഗം മാത്രം വായിച്ചോളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ ലയിച്ചു പോയി തലയെ കാട്ടും, പക്ഷെ വായിൽ നിന്ന് സൗണ്ട് വരില്ല. ഇതെല്ലാം മനസ്സിന്റെ വികൃതി കൊണ്ട് any time our service can turn into a mechanical activity. ഏത് നിമിഷവും അത് മെക്കാനിക്കലായിട്ട് മാറാൻ സാധ്യതയുണ്ട്. the soul has to be present. ആത്മാവ് അതിനെ വീണ്ടും വീണ്ടും ആ ഭാവത്തിൽ കൊണ്ടുവരണം. ആ ബോധത്തിനെ നമ്മൾ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഇമ്മീഡിയറ്റ്ലി മെക്കാനിക്കൽ. പൂജ ചെയ്യുന്നവർ മെക്കാനിക്കലായി പോകും, പൂ വെട്ടുന്നവർ മെക്കാനിക്കൽ, പാചകം ചെയ്യുന്നവർ മെക്കാനിക്കൽ, മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി മെക്കാനിക്കലാണ്. റൈറ്റ്? ആ ബോധത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. ആ സേവനത്തിൽ എൻ്റെ ബോധം ഉണ്ടായിരിക്കും. അപ്പോ അന്ന് കീർത്തനം ചെയ്ത് ആനന്ദ ലഹരിയിൽ 72 മണിക്കൂർ കർത്താൻ വായിച്ച ആളുടെ കയ്യെല്ലാം മുറിഞ്ഞ് ചോര വന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് ദ പ്ലെയർ ഡിഡ് നോട്ട് ഫീൽ എനി പെയിൻ. അദ്ദേഹത്തിന് യാതൊരു വേദനയും അനുഭവിക്കുന്നില്ല. മൃദംഗം ഒന്ന് ആലോചിച്ച് നോക്കണം. 72 മണിക്കൂർ മൃദംഗം അടിച്ചിരുന്നെങ്കിൽ ആ വിരലൊക്കെ എങ്ങനെ ഇരിക്കും? എല്ലാം കൂടെ പഴുത്ത ആനയുടെ കൊമ്പ് പോലെ എല്ലാം. പക്ഷെ 72 hours എന്ന് വെച്ചാൽ ശ്രീവാസ് ടാക്കൂറിൽ ചൈതന്യ മഹാപ്രഭുവിനെ ചുറ്റിയിരുന്ന ഒരു ഭക്തനും ആ ഒരു ശാരീരിക ബോധമേ ഉണ്ടായിരുന്നില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു. അതിൽ പ്രത്യേകിച്ച് ചില ഭക്തന്മാര് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നൃത്തം വെച്ചവരാണ്. അവരുടെ കാലെന്താവും? 72 hours പാടിയവരുടെ തൊണ്ടയുണ്ടാവും. മൃദംഗം വായിച്ച ഒരു വ്യക്തിക്കും ആ ശാരീരിക ബോധമില്ല. എല്ലാം നഷ്ടപ്പെട്ടു. ശരീരത്തിന്റെ അസ്വസ്ഥതകൾ അവർ മറന്നുപോയി. 72 മണിക്കൂർ കഴിഞ്ഞ് മഹാപ്രഭു ഒന്ന് നിർത്തിയപ്പോ അവരെല്ലാം ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. ഹരി 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 ഹരി, നിർത്തരുത് നിർത്തരുത് നിർത്തരുത്. സ്ക്രീമിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ദെയർ വോയിസ്. അവരുടെ ശബ്ദത്തിന്റെ ഉച്ചതയിൽ അവർ നിലവിളിക്കുകയായിരുന്നു. അപ്പൊ ചിലര് കരയുന്നു, ചിലര് വിയർത്ത് കുളിച്ചിട്ടുണ്ട്. മഹാപ്രഭു നൃത്തം വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ എൻഡിൽ നിന്ന് ഈ കണ്ണീർ തുള്ളിയൊക്കെ തെറിച്ചു വീഴുന്നത്, അതിനെ പ്രസാദമായി പിടിച്ചു കുടിക്കാൻ കുറച്ചു പേര് പുറകെ. മഹാപ്രഭു ഒന്ന് ചരിഞ്ഞിരുന്നപ്പോ കാലമർത്തി വിടാൻ ഒരാൾ വസ്ത്രം നേരെയാക്കി കൊടുക്കാൻ, ഒരാൾ ഓടിച്ചെന്ന് ചാമരം, അവരും തുല്യമായി ക്ഷീണിച്ചിട്ടുണ്ട്. ഈ 72 hours കീർത്തനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അവരെല്ലാം ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം മറന്ന് മഹാപ്രഭുവിനെ സേവിക്കാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾ മാത്രം മൗനമായിരുന്ന മഹാപ്രഭു പെട്ടെന്ന് ഭയാനകമായി ഗർജിച്ചുകൊണ്ട്, റൈറ്റ്? അപ്പൊ ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്തിട്ടില്ല. ഇപ്പോഴും നിമായി പണ്ഡിതനായി തന്നെ കഴിയാൻ. അപ്പൊ അദ്ദേഹം ഉറക്ക നിലവിളിച്ച് ഗർജിച്ചിട്ട്, റൈറ്റ്? അകത്ത് ചാരുണ്ട് സംശയം. Welcome Atriji after a long time, many years. Pardon?
saw me in YouTube. Thank you very much. എവിടെ നിർത്തി? മഹാപ്രഭു പെട്ടെന്ന് ഒരു സിംഹത്തിനെ പോലെ ഗർജിക്കുകയും അദ്ദേഹം ഉറക്ക നിലവിളിച്ചിട്ട് ഉടനെ ശ്രീവാസ് ഠാക്കൂറിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വന്നിട്ട് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്, ത്രേതായുഗത്തിൽ ഞാൻ ശ്രീരാമചന്ദ്രമൂർത്തിയായിട്ട് വന്നിട്ടുണ്ട്, വരാഹമായിട്ടും നരസിംഹമായിട്ടും വന്നത് ഞാനാണ്, ായിട്ടും പരശുരാമനായിട്ടും വന്നത് എന്റെ അംശമാണ് എന്നൊക്കെ നിലവിളിച്ച് ഉടനെ ഇവിടെ ഒരു രത്നസിംഹാസനം കൊണ്ടുവരണം, എനിക്ക് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യണം, എന്നെ ചുറ്റിയും എല്ലാം അദ്വൈതാചാര്യം നിത്യാനന്ദ പ്രഭുവും സ്തുതിക്കണം എന്നൊക്കെ നിലവിളിച്ച് പറയാൻ തുടങ്ങി. കാരണം മഹാപ്രഭുവും അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഐഡന്റിറ്റി വെളിയിൽ കാണിക്കേയില്ല. കാരണം കലിയുഗത്തിൽ നാമപ്രചരണത്തിന് അദ്ദേഹം ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് വിനയത്വമായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഭക്തന്മാർക്കുണ്ടായ സന്തോഷം, കാരണം എപ്പോഴൊക്കെ മഹാപ്രഭുയുടെ മുമ്പേ ചെന്ന് അങ്ങ് കൃഷ്ണനാണെന്ന് പറയുമ്പോഴത്തേക്കും ചെവിയും പൊത്തിക്കൊണ്ട് വിഷ്ണു 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 എന്ന് നിലവിളിച്ചു ഓടും. ഒരിക്കലും സമ്മതിക്കില്ല, ആ രീതിയിൽ അദ്ദേഹത്തിന് സേവിക്കാനും അദ്ദേഹം അനുവദിക്കില്ല. പക്ഷെ അന്നത്തെ ദിവസം ബാഹ്യമായ ബോധമെല്ലാം നഷ്ടപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങി, നിതായ് നീ ആരെന്നറിയാമോ, നിന്റെ മീതെയാണ് ഞാൻ യുഗങ്ങളായി കിടക്കുന്നത്, നീ എന്റെ സുഹൃത്താണ്, നീ എന്റെ ഹൃദയമാണ്, നീ എന്റെ ആത്മാവാണ്, നീ എന്റെ ശരീരത്തിന്റെ പകുതിയാണ്, നീ ബലരാമനാണ്, നീ ലക്ഷ്മണനാണ്. നിതായ് വാസ് സ്ക്രീമിംഗ് ഹരിബോൾ ഹരിബോൾ. അദ്വൈതാചാര്യ നീ ആരെന്നറിയാമോ, നീ ഏകാദശി രുദ്രന്മാരിൽ നരനാര, അതാണ് ഇത്, ഓരോരുത്തരെയും വിളിച്ച്. ഭക്തന്മാർക്ക് അന്നുണ്ടായ ആനന്ദത്തിന് അതിരുകളില്ല. ഒരാളെ വിളിച്ച് പറഞ്ഞു, നീ ഈ ജന്മത്തിൽ നിനക്ക് മോക്ഷം കിട്ടും, ഒരാളെടുത്ത് പറഞ്ഞു ഇത്രയും വർഷത്തിനകം നിനക്ക് കൃഷ്ണപ്രേമം കിട്ടും. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ഐഡന്റിറ്റി പറയാനും അവർ ഓരോ വൃന്ദാവനത്തിൽ ഭഗവാനുമായിട്ട് എന്ത് ബന്ധം സ്ഥാപിച്ചിരുന്നു അതിനെക്കുറിച്ച് പറയാനും. അത് കേട്ടപ്പോൾ ഡിവോട്ടീസിന് ഉണ്ടായിരുന്ന സന്തോഷത്തിന് അതിരുകളില്ല. കരകവിഞ്ഞു ഒഴുകുന്ന നദി പോലെയും ഒരു ഡാം അണ തുറന്നു വിട്ടാൽ വെളിയിൽ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ പ്രവാഹം പോലെ കണ്ണിലിരുന്ന് കണ്ണീരും എല്ലാവരും ആനന്ദം കൊണ്ട് ഹരി 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 എന്ന് നൃത്തം വെക്കാൻ തുടങ്ങി. ഓരോരുത്തരെയും വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഹരിദാസ് ഠാക്കൂറിന്റെ ഊഴം വന്നപ്പോൾ ചൈതന്യ മഹാപ്രഭു സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വരും. ചൈതന്യ മഹാപ്രഭുവിന് വെറും 24 വയസ്സേ ഉള്ളൂ. 60-70 വയസ്സ് വൃദ്ധനാണ് ഹരിദാസ് ഠാക്കൂർ. ഹരിദാസ് ഠാക്കൂറിനെ വന്നിട്ട് ഓടിച്ചെന്ന് ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്ത് കണ്ണീര് കൊണ്ട് ഹരിദാസ് ഠാക്കൂറിനെ കുളിപ്പിച്ചിട്ട് ഹരിദാസ് ഠാക്കൂറിന്റെ ദേഹമെല്ലാം തന്റെ ശരീരം കൊണ്ട് തടവുകയും എല്ലാം ചെയ്ത്, ഹരിദാസ് നിന്റെ ശരീരത്തിൽ ഏതൊരു വ്യക്തി സ്പർശിച്ചാലും കോടാനുകോടി ജന്മങ്ങൾ ചെയ്ത അവന്റെ പാപങ്ങളെല്ലാം ഇല്ലാതാകും. നിന്റെ നാമം ജപിച്ചാൽ, നിന്നെ ഓർത്താൽ, നിന്നെ സ്മരിച്ചാൽ, നിന്നെ ഒരു ക്ഷണം കണ്ടാൽ മതി, ഓരോ വ്യക്തിയും എത്രയോ ജന്മങ്ങൾ ചെയ്ത പാപമാവും. നീ നാമാചാര്യനാണ്. നാമം പ്രചരിപ്പിക്കാനും നാമം രുചിക്കാനും വേണ്ടി മാത്രം അവതരിച്ച വ്യക്തിയാണ് ഹരിദാസ്. നീ പഴയതൊക്കെ ഓർക്കുന്നുണ്ടോ? നിന്നെ കാശി 22 മാർക്കറ്റിൽ വെച്ച് മർദ്ദിച്ചത്. അത് കേട്ടപ്പോൾ ഹരിദാസ് ഠാക്കൂറിന്റെ കണ്ണെല്ലാം നിറഞ്ഞ് ചൂട് ചൂട് കണ്ണീര് വരാൻ തുടങ്ങി. റൈറ്റ്? ഉപനിഷത്തിൽ പറയുന്നുണ്ട് 2 തരം കണ്ണീരുണ്ടത്രേ. ചൂട് കണ്ണീരും തണുത്ത കണ്ണീരും ഉണ്ടാകും. ചൂട് കണ്ണീര് വിരഹം കൊണ്ട് ഉണ്ടാകുന്നതും വേദന കൊണ്ട് ഉണ്ടാകുന്നതും, തണുത്ത കണ്ണീര് വന്ന് പ്രേമം കൊണ്ടും ആനന്ദം കൊണ്ടും ഉണ്ടാകുന്ന കണ്ണീരാണ്. നിങ്ങൾക്ക് 2 വന്നിട്ടുണ്ടോ? രാജേഷ് പ്രഭു പുക മാത്രമേ വന്നുള്ളൂ. സോ ഹരിദാസ് ഠാക്കൂറിന്റെ കണ്ണുകളെല്ലാം ചൂട് ചൂട് കണ്ണീര് കൊണ്ട് നിറഞ്ഞ് ഹരിദാസ് ഠാക്കൂറിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. തൊണ്ടയിടരുന്നു, ശബ്ദമിടരുന്നു, ശരിക്കും കാണാൻ പറ്റുന്നില്ല. മഹാപ്രഭു ആലിംഗനം ചെയ്ത ഹരിദാസ് ഠാക്കൂർ, നിന്നെ 22 മാർക്കറ്റിൽ വെച്ച് മർദ്ദിച്ചു.
അത് മാത്രമല്ല, കാസി കുന്തം കൊണ്ട് നിന്റെ ദേഹത്തിലൊക്കെ കുത്തി നോവിച്ചു. നീ ഓർക്കുന്നുണ്ടോ? ആ ദിവസം നീ ഒരു അംശം വേദന പോലും അനുഭവിച്ചില്ല. അത് കേട്ടപ്പോൾ ഹരിദാസ് ഠാക്കൂറിന്റെ ശരീരത്തിലൊക്കെ രോമാഞ്ചമുണ്ടായി. മുടിയെല്ലാം എണീറ്റ് നിന്ന് ശരീരം വിറയ്ക്കാനും നടങ്ങാനും ശബ്ദമിടരാനും തൊണ്ടയിടരാനും ഹരിദാസ് ഠാക്കൂർ വിചാരിക്കുക, അന്ന് സംഭവിച്ച ഓരോന്നും നിമിഷം നടന്നതെല്ലാം എങ്ങനെ മഹാപ്രഭുവിന് പറയാൻ സാധിക്കുന്നു? മഹാപ്രഭു ഭഗവാൻ തന്നെ, പരമാത്മാവ് തന്നെ ഹരിദാസ് ഠാക്കൂറിന്റെ കൺവിക്ഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാൻ. ഹരിദാസ്, യു ഡിഡ് നോട്ട് ഗെറ്റ് ഈവൻ എ സിംഗിൾ ലാഷ് ഓഫ് ബീറ്റിംഗ്. ആ അടിയുടെ ഒരു ഇതുപോലും നിന്റെ മീതെ വീണിട്ടില്ല. അറിയാമോ എന്താ സംഭവിച്ചത്? മഹാപ്രഭു തിരിഞ്ഞിട്ട് തന്റെ ഉത്തരീയം ഊരിക്കാണിച്ചു. ചൈതന്യ മഹാപ്രഭുയുടെ ബാക്കിൽ ഫുള്ളും ഒരു ചാട്ടവാറ് കൊണ്ട് അടിച്ചാൽ മഹാപ്രഭു said, I took all the beatings. ഹരിദാസ് ഠാക്കൂർ ശരീരം നടുങ്ങി, ഈ പാപിയുടെ വേദന അങ്ങ് സ്വീകരിച്ചോ എന്ന് പറഞ്ഞു ഒരു ജഡം പോലെ, ഒരു തടിക്കഷ്ണം പോലെ മഹാപ്രഭുയുടെ കാലിൽ വീണ് കണ്ണീരുകൊണ്ട് മഹാപ്രഭുവിനെ കുളിപ്പിച്ചു, പാദങ്ങൾ കഴുകി. മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ തൂക്കി ആലിംഗനം ചെയ്ത് അദ്ദേഹത്തിന്റെ കൈകൾ രണ്ടും തൂക്കി പിടിച്ചിട്ട് ഹരി 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 എല്ലാവരെയും വന്ന് ഹരിദാസ് ഠാക്കൂറിന്റെ കാലിൽ വീഴാൻ പറഞ്ഞ താമസം 100 കണക്കിലിരുന്ന വൈഷ്ണവരെല്ലാം ഹരിദാസ് ഠാക്കൂറിന്റെ കാലിൽ വീണ് പാദധൂളി എടുത്ത് ദേഹത്ത് പുരട്ടാൻ തുടങ്ങി. ഹരിദാസ് ഠാക്കൂർ, അയ്യോ അരുത്, ഞാൻ നീചനാണ്, നിങ്ങളെ കാലിൽ തൊടണം. ആ ഒരു വൈഷ്ണവ സംഘം കണ്ട് മഹാപ്രഭു കരയുകയുണ്ടായി. Right? Mahaprabhu said, Haridas, I took all the beatings. Right? ഒരു പരിശുദ്ധ ഭക്തന് അത്രയും പ്രാധാന്യം ഭഗവാൻ കൊടുക്കാം. ഇതേപോലെ ഒരു ലീല തമിഴ്നാട്ടിൽ ഒരു 500, 300, 400 വർഷം ഒരു സമീപകാലത്ത് നടന്നതാണ്. ഒരു നല്ല മഴക്കാലം, നദിയുടെ എന്താ പറയുക, ഈ നദി വെള്ളമൊക്കെ ഗ്രാമത്തിനകത്ത് കയറി വരാതിരിക്കാൻ വേണ്ടി കോമ്പൗണ്ടും ഡാമും ഇതെല്ലാം പണിതിരുന്നു. ഒരു വലിയ മഴക്കാലം ഈ അണ പൊട്ടി ഈ വെള്ളം മുഴുവനും ഗ്രാമത്തിനകത്ത് കടന്നു വന്നു. അപ്പൊ ഗ്രാമത്തിനെ രക്ഷിക്കാൻ വേണ്ടി രാജാവ് എത്രയും പെട്ടെന്ന്, കാരണം വെള്ളം ഇങ്ങനെ കരകവിഞ്ഞു ഒഴുകുന്നു, താമസിപ്പിച്ചാൽ ഈ ഗ്രാമം മുഴുവനും ഈ വെള്ളത്തിന്റെ പ്രഭാവം കൊണ്ട് അടിച്ചു പോകും. അതുകൊണ്ട് നാട്ടിലുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചിട്ട് ആ അണ കെട്ടുന്ന പണിയിലാക്കി. ആൾക്കാരൊക്കെ വലിയ വലിയ കരിങ്കല്ലും അതും ഇതും. പക്ഷേ ഈ വെള്ളത്തിന്റെ പ്രവാഹത്തിന് അവർ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എത്ര ആളെ വെച്ചാലും അവർക്ക് അതിന് ഈക്വൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പോകുന്നവർ വരുന്നവർ ഗ്രാമത്തിലുള്ള ചെറുപ്പക്കാരന്മാർ കിട്ടിയവരെ എല്ലാവരെയും വെച്ച് ചെയ്യിപ്പിച്ചു. അപ്പോ ഒരു സർവസംഘ പരിത്യാഗിയായ സന്യാസി, ഈ ലോകത്തിൽ അദ്ദേഹത്തിന് ഒന്നിനോടും ബന്ധമില്ല, ഹൃദയം നിറഞ്ഞും ഈശ്വരനെ മാത്രം ജപിച്ച് നാമം ജപിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. ഉടനെ അവിടെ പണിക്കാരന്മാർ അദ്ദേഹത്തിനെ വിളിച്ചിട്ട്, കാരണം പലർക്കും ഈ സന്യാസിമാര് ആത്മീകവാദികൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വേസ്റ്റ് ആയിട്ട് ജീവിക്കുന്നവരാണ് എന്ന ഒരു കണക്കുകൂട്ടലുണ്ട്. അത് എനിക്കുമുണ്ട്. അപ്പോ അദ്ദേഹത്തിനെ വിളിച്ച് ഈ പണി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ സന്യാസിക്ക് ഇത്തരം പണി ചെയ്തൊന്നും ശീലമില്ലാത്തത് കൊണ്ട് അദ്ദേഹം പതുക്കെ പാറക്കഷ്ണം എടുത്ത് വെക്കി ഇതൊക്കെ ചെയ്തു. അപ്പൊ പണി വേഗം കൂട്ടാൻ വേണ്ടി അവിടെ നിന്നിരുന്ന സൂപ്പർവൈസർ ചാട്ട കൊണ്ട് ഈ പണി ചെയ്യുന്നവരെല്ലാം തല്ലാൻ തുടങ്ങി. അങ്ങനെ ഒരടി ആരെ മീതെ വീണു? ആ സന്യാസിയുടെ മീതെ വീണു. ആ അടി സന്യാസിയുടെ മീതെ വീണപ്പോ ആ നാട്ടിലുണ്ടായിരുന്ന സർവത്ര കൊച്ചുകുട്ടികൾ, വൃദ്ധന്മാർ, സ്ത്രീകൾ, രാജാ, മന്ത്രി, പ്രജകൾ, സൈന്യത്തിലുള്ള അത്ര മനുഷ്യർക്കും ആ വേദന ഉണ്ടായി. സന്യാസിക്ക് മാത്രം ഉണ്ടായി. ആ ചാട്ടവാർ കൊണ്ട് ഒരു അടി കൊടുത്തപ്പോ ആ വേദന ആർക്കുണ്ടായില്ല? സന്യാസിക്ക് വേദന. പക്ഷെ നാട്ടിൽ ഉണ്ടായിരുന്ന ബാക്കി അത്ര പ്രജകൾക്കും ഉണ്ടായി. ശാസ്ത്രത്തിൽ പറയുന്നു, വൈഷ്ണവരെ പാലിക്കേണ്ടത് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അന്ന് കാലത്ത് രാജാക്കന്മാർ ഋഷിമാർക്കും മുനിമാർക്കും എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അവരെ പാലിക്കേണ്ടത് രാജ്യത്തിന്റെ കർത്തവ്യമാണ്. അങ്ങനെ ഹരിദാസ് ഠാക്കൂറിന്റെ മീതെ വീണ അടി ആരേറ്റുവാങ്ങി? മഹാപ്രഭു. അത് കണ്ട് ഹരിദാസ് ഠാക്കൂറിന്റെ ശരീരമെല്ലാം നടുങ്ങുകയും വിറയ്ക്കുകയും കണ്ണീര് ചൊരിയുകയും കരയുകയും അദ്ദേഹം മഹാപ്രഭുയുടെ പാദത്തിൽ വീണ്ടും 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 നമസ്കരിക്കുകയും അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ഒരു പാപിയായ എനിക്ക്, ഒരു നീചനായ ഞാൻ
ഞാൻ അടി വാങ്ങിച്ചത്, ഞാൻ വേദനിച്ചത് ഭഗവാൻ വന്ന് ഏറ്റെടുത്തല്ലോ എന്ന് ചിന്തി എന്നെല്ലാം ഈ ലീല അദ്ദേഹം സ്മരിക്കുമോ അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ശരീരം വിറയ്ക്കുകയും ബോധക്ഷയം ഉണ്ടാവുകയും മഹാപ്രഭുവിന്റെ നാമം പറഞ്ഞ് നൃത്തം വെക്കുകയും ചെയ്യുവായിരുന്നു. അങ്ങനെ വൈഷ്ണവരിൽ തന്നെ വൈഷ്ണവർക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായി മാറിത്തീർന്നു. ആര്? ഹരിദാസ് ഠാക്കൂർ. പിന്നെ നവദ്വീപില് എല്ലാവരും ഹരിദാസ് ഠാക്കൂറിനെ കണ്ട കാലി വീഴും, എല്ലാവരും വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിക്കും. അദ്ദേഹം നടന്നു പോകുമ്പോൾ ആൾക്കാർ വെള്ളം കൊണ്ട് അദ്ദേഹത്തിന്റെ പാദം കഴുകും, അദ്ദേഹത്തിന്റെ പുറകെ കൊട പിടിച്ച് നടക്കും. ഇങ്ങനെ എല്ലാവരും വന്ന് സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു യഥാർത്ഥ വൈഷ്ണവന് അത് അസ്വസ്ഥതയുണ്ടാക്കി. എല്ലാവരും അദ്ദേഹത്തിനെ തന്നെ നോക്കുന്നു, അദ്ദേഹത്തിനെ തന്നെ സേവിക്കുന്നു എന്ന് വന്നപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉരുകാൻ തുടങ്ങി. എങ്ങനെ എല്ലാവരും അദ്ദേഹം എന്ത് ചെയ്തു? എന്നാൽ പിന്നെ നവദ്വീപിൽ ഇരിക്കാൻ പാടില്ല എന്ന് നവദ്വീപ് ഇട്ട് അദ്ദേഹം പൂരിയിൽ വന്നു. പൂരിയിലാണെങ്കിൽ ഈ ആഢ്യ ബ്രാഹ്മണന്മാരെല്ലാം ഈ മുസ്ലിം ആയതുകൊണ്ട് ഹരിദാസ് ഠാക്കൂറിനെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കില്ല, ഇവിടെ ചെയ്യില്ല, വൈഷ്ണവ സമൂഹത്തിൽ കൂട്ടില്ല, ഭക്തന്മാരുടെ സമാജത്തിൽ കൂട്ടില്ല. അത് ഹരിദാസ് ഠാക്കൂറിന് വളരെ സന്തോഷമായി. അദ്ദേഹം മാറി ദൂരെ സമുദ്രത്തിന്റെ തീരത്തില്, എത്ര പേര് പൂരിയിൽ ഹരിദാസ് ഠാക്കൂർ സമാധി പോയിട്ടുണ്ട്? ഏകദേശം എല്ലാവരും പോയിട്ടുണ്ട്. സോ വെരി ബ്യൂട്ടിഫുൾ. സമുദ്ര തീരത്തില് അദ്ദേഹം ഒതുങ്ങി ഒരു ചെറിയ പർണശാല ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് 22 മണിക്കൂർ ദിവസവും നാമജപം ചെയ്യുമായിരുന്നു. 1,00,000 മൗനമായിട്ടും 1,00,000 പതുക്കെയും 1,00,000 പൂരി മുഴുവനും നടന്ന് ഉറക്കെയും ജപിക്കുമായിരുന്നു. ഹരിദാസ് ഠാക്കൂറിന് ജഗന്നാഥിന്റെ ദർശനം കിട്ടാത്തത് കൊണ്ട് മഹാപ്രഭു, കാരണം മഹാപ്രഭുവിന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്ഥാനമാണ് ആർക്കുണ്ടായിരുന്നത്? ഹരിദാസ്. ഒരു ദിവസം പോലും മഹാപ്രഭു ഏകദേശം 6 കൊല്ലത്തോളം പൂരിയിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം പോലും ഹരിദാസ് ഠാക്കൂറിനെ കാണാതെ വിടുകയില്ല. ദിവസവും ഉച്ചയ്ക്ക് സമുദ്രത്തിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് ജഗന്നാഥിന്റെ പ്രസാദം ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഒരാൾക്ക് വയ്യാണ്ടായി, നമ്മൾ ഒരു ദിവസം പോയി പ്രസാദം കൊടുക്കും, 2 ദിവസം പ്രസാദം കൊടുക്കും. 6 വർഷം ചെയ്യോ? അത് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ഒരു ഡീപ്പ് കമ്മിറ്റ്മെന്റ് ഒരു വ്യക്തിക്ക് ഉണ്ടാവണം. വീട്ടിനകത്ത് പോലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലും ചെയ്യില്ല. ആദ്യം ഒരാഴ്ച പറയും ഭർത്താവ് കഴിച്ചിട്ടേ ഭാര്യയെ കഴിക്കാൻ, ഒരാഴ്ചയേ ഉണ്ടാവും. റൈറ്റ്? അത് കഴിഞ്ഞ് അവർ കഴിച്ച് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. സോ 6 years മഹാപ്രഭു ആ കമ്മിറ്റ്മെന്റ് കാണിച്ചു. ഓരോ ദിവസവും രാവിലെ ജഗന്നാഥിന്റെ ദർശനവും എടുത്തിട്ട് പ്രസാദമായിട്ട് ആ ഉച്ചയ്ക്ക് സ്നാനാദി കർമ്മങ്ങൾക്കായി സമുദ്രത്തിൽ പോകുമ്പോൾ ഹരിദാസ് വൃദ്ധനായ ഒരു ബ്രാഹ്മണ, വയസ്സായി കഴിഞ്ഞ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഹരിദാസ് മഹാപ്രഭു ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കും. ഹരിദാസിന്റെ കണ്ണല്ല എന്ന് പറഞ്ഞ് മഹാപ്രഭു എടുത്ത് പറയും, ഇത് വേണ്ട, അങ്ങ് ദിവസവും ഇത് ചെയ്യരുത്, ഞാൻ പോയി അവിടെ വരിയിൽ നിന്ന് വാങ്ങിക്കോളാം. പക്ഷെ മഹാപ്രഭു സമ്മതിക്കില്ല. ചോദിക്കും മഹാപ്രഭു, ഹരിദാസ്, am I so fallen that you can't associate with me? അത് കേൾക്കുമ്പോ ഹരിദാസിന്റെ ഹൃദയത്തിൽ എന്താ പറയാ, കൂർത്ത അമ്പുകളെ തുറച്ചു കയറ്റുന്ന പോലെ ഇരിക്കും. ഞാനെന്താ അത്രയ്ക്കും നീചനാണോ ഹരിദാസ്, എന്നെ നീ ഒഴിവാക്കുന്നത്? എന്താ എന്റെ അടുത്ത് സംസാരിക്കില്ലേ? എന്റെ കയ്യിലുള്ള പ്രസാദം വാങ്ങിക്കില്ലേ? എത്രയോ ജന്മം ഞാൻ ചെയ്ത പാപം കളയാനാ നിന്നെ കാണാൻ. ഇത് കേൾക്കുമ്പോ ഹരിദാസ് ചെവിയെല്ലാം പൊത്തി, മഹാപ്രഭു അങ്ങനെ പറയരുത്, പ്രസാദം ഞാൻ കഴിക്കണം, അത്രയല്ലേ, ഞാൻ വാങ്ങിച്ചോ, കഴിച്ചോളാം, ഇനി ഇങ്ങനത്തെ വാക്കുകളൊന്നും. അത്രയ്ക്കും സ്വീറ്റ് റിലേഷൻ ആയിരുന്നു ആരുടെ ഇടയ്ക്ക്? ഹരിദാസൻ മഹാപ്രഭു. ഒരു ദിവസം സ്വരൂപ് ദാമോദർ എന്ന് പറയുന്ന ഭക്തൻ ഓടി വന്നിട്ട് പറയാം, മഹാപ്രഭു, ഹരിദാസ് ഠാക്കൂർ എന്തോ സംസാരിക്കുന്നേ ഇല്ല. ഇന്നലെ കൊടുത്ത പ്രസാദവും മിഞ്ഞാന്ന് കൊടുത്ത പ്രസാദം ഇതെല്ലാം അവിടെ തന്നെ ഉണ്ട്, അദ്ദേഹം കഴിക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ മഹാപ്രഭു നേരെ ഹരിദാസിനെ കാണാൻ പോയി. ഹരിദാസ് സാധാരണ അങ്ങനെ ആരും ഹരിദാസ് ഠാക്കൂറിനെ കണ്ടിട്ടില്ല. അന്ന് അദ്ദേഹം കിടന്നിങ്ങനെ ജപിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അപ്പൊ മഹാപ്രഭു അടുത്ത് ചെന്ന് മുട്ടുകുത്തിയിരുന്ന് സ്നേഹത്തോട് ഹരിദാസ് ഠാക്കൂറിനെ തൂക്കി മാറോട് ചേർത്ത് വെച്ചിട്ട് ചോദിച്ചു, ഹരിദാസ്, എന്ത് നിനക്ക് വയ്യേ? അപ്പൊ ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു, ശരീരത്തിന് ഒരു കുഴപ്പമില്ല മഹാപ്രഭു, എന്റെ മനസ്സിനും ബുദ്ധിക്കാണ് കുഴപ്പം. മഹാപ്രഭു ചിരിച്ചോണ്ട് ചോദിച്ചു, നിന്റെ ബുദ്ധിക്ക് എന്താ കുഴപ്പം? ഈ പ്രപഞ്ചത്തിൽ ബുദ്ധിമാൻ എന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നിന്നെ കവിഞ്ഞിട്ട് ആരുമില്ല, നിന്റെ ബുദ്ധിക്ക് എന്താ കുഴപ്പം? മഹാപ്രഭു,
ഇന്നെന്തോ നാമം ജപിക്കുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി അങ്ങയുടെ സംഘത്തിൽ ഞാൻ ഒരുപാട് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. മഹാപ്രഭു പറഞ്ഞു, ഹരിദാസ്, നീ പോയി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാൻ എന്ത് ചെയ്യും? യു ആർ എ സോൾ പേഴ്സണാലിറ്റി ഫില്ലിംഗ് വിത്ത് മൈ ഹാർട്ട് വിത്ത് ഹാപ്പിനെസ്. എന്റെ ഹൃദയത്തിൽ തുളുമ്പുന്ന സ്നേഹം നിറയ്ക്കുന്ന വ്യക്തിയാണ് നീ. നിന്നെ മുന്നേ വിടില്ല, നമുക്ക് ഒരുമിച്ച് പോകാം. മഹാപ്രഭു പറഞ്ഞു. ഹരിദാസ് ഠാക്കൂർ, മഹാപ്രഭു, അത് കാണാനുള്ള ത്രാണി എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഒരു അനുഗ്രഹം തരണം. എനിക്ക് ബോധമുള്ള ഈ സമയത്ത് തന്നെ അങ്ങയുടെ മുഖം എന്റെ ഹൃദയം നിറയെ കണ്ടിട്ട് അങ്ങയുടെ മടിയിലിരുന്നിട്ട് എനിക്ക് നാമജപം ചെയ്ത് ശരീരം ഉപേക്ഷിക്കണം. ഹരിദാസ് ഠാക്കൂർ, ഹരിദാസ്, അതെനിക്ക് സമ്മതിക്കാൻ പറ്റില്ല, പക്ഷേ ഭഗവാൻ കൃഷ്ണൻ അത് തീർച്ചയായിട്ടും നടത്തിത്തരും എന്ന് പറഞ്ഞ് മഹാപ്രഭു കുളിക്കാനായിട്ട് സമുദ്രത്തിൽ പോയി. അടുത്ത ദിവസം മഹാപ്രഭു ജഗന്നാഥിന്റെ മാക്സിമം പ്രസാദം എല്ലാം ശേഖരിച്ച് എല്ലാ വൈഷ്ണവരെയും, കാരണം അന്ന് ഹരിദാസ് ഠാക്കൂർ ശരീരം വിടുന്ന ദിവസമാണ്, മഹാപ്രഭു എല്ലാ വൈഷ്ണവരെയും വിളിച്ചിട്ട് ജഗന്നാഥിന്റെ മാല, ജഗന്നാഥിന്റെ ശരീരത്തിലുള്ള പട്ടുവസ്ത്രം, ജഗന്നാഥിന്റെ പൂമാല, ജഗന്നാഥിന്റെ പ്രസാദം, ഫുൾ പ്രസാദമായിട്ട് അന്ന് ഭക്തന്മാർ ഒരു സമുദ്രത്തിന്റെ എന്താ പറയാ തിരമാല പോലെ ഹരിദാസ് ഠാക്കൂറിന്റെ കുടിലേക്ക് എല്ലാ വൈഷ്ണവരെയും ഹരിദാസ് ഠാക്കൂർ കണ്ട് കണ്ണു നിറയെ കരഞ്ഞ് 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 മഹാപ്രഭു എന്ന് വിളിക്കുമ്പോൾ മഹാപ്രഭു ഓടി വന്ന് ഹരിദാസ് ഠാക്കൂറിനെ മടിയിൽ തൂക്കി വെച്ചിട്ട്, ഹരിദാസ്, എന്താണ് നിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം? ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നുമില്ല, ഈ നിമിഷം ഞാൻ ശരീരം ഉപേക്ഷിച്ചാൽ മതി, എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട. മഹാപ്രഭു പറഞ്ഞു, യുവർ ലൈഫ് ഈസ് സക്സസ്ഫുൾ. അങ്ങനെ മഹാപ്രഭു കീർത്തനം ചെയ്യാൻ പറഞ്ഞു. വാസുദേവ ദത്ത, നിത്യാനന്ദ പ്രഭു, അദ്വൈത ആചാര്യ എല്ലാവരും നൃത്തം ചെയ്യുമ്പോൾ മഹാപ്രഭു പറഞ്ഞു, ഉറക്കെ ഉറക്കെ ഉറക്കെ, വേറെ ഒരു ശബ്ദവും ഇവിടെ ആരും കേൾക്കരുത്, നാമജപം. എല്ലാവരും തുള്ളിച്ചാടി. അങ്ങനെ ഹരിദാസ് ഠാക്കൂർ മഹാപ്രഭുവിടെ മുഖത്തിനെ നോക്കി പുഞ്ചിരി തൂകി മഹാപ്രഭുവിനെ ഹൃദയത്തിൽ അങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ച് അദ്ദേഹം പ്രാണൻ വിടുന്നു. ഹരിദാസ് ഠാക്കൂർ പ്രാണൻ വിടിഞ്ഞ നിമിഷം മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിന്റെ ശരീരത്തിനെ തൂക്കി ഒരു മതയാനയെ പോലെ നൃത്തം വെച്ച് തുള്ളിച്ചാടി ഹരി 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 എന്ന് തുള്ളിച്ചാടുമായിരുന്നു ശരീരത്തിനെയും തൂക്കിക്കൊണ്ട്. ആ കുടില് വിട്ട് ഓടിച്ചെന്ന് സമുദ്ര തീരത്തിൽ ഒരു പ്രാന്തനെ പോലെ ഓടുന്നു, മാർക്കറ്റിൽ ഓടുന്നു, ഓരോ വീട്ടുകാരുടെ മുമ്പേയും ചെന്ന് ഹരി ഹരി. കയ്യിൽ എന്താ ഉള്ളത്? ഹരിദാസ് ഠാക്കൂറിന്റെ ജഡം, ശരീരം വെച്ച് നൃത്തം വെച്ച് ഇതെല്ലാം ചെയ്ത് ഇപ്പൊ മഹാപ്രഭുയുടെ പുറകെ തേനീച്ചക്കൂട്ടം പോലെ ലക്ഷക്കണക്കിന് വൈഷ്ണവർ കൂടി എല്ലാവരും അവസാനം സമുദ്രത്തിൽ വന്നു. മഹാപ്രഭു കൈകൊണ്ട് ഹരിദാസ് ഠാക്കൂറിന്റെ ശരീരത്തിനെ കുളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യതീർത്ഥമായി ഈ സമുദ്രം മാറും. ആരെല്ലാം വന്ന് പൂരി സമുദ്രത്തിൽ കുളിക്കുമോ അവർക്കെല്ലാം കൃഷ്ണപ്രേമം ഉറപ്പാണ് എന്ന് ഉന്മത്തനായി പറഞ്ഞു. സ്വന്തം കൈകൊണ്ട് സമുദ്ര തീരത്തിൽ ഒരു കുഴി മാന്തി മഹാപ്രഭുവിനെ വെച്ച് കൈകൊണ്ടിട്ടു. മഹാപ്രഭുവിന് ശാരീരികമായ ബോധമേ ഇല്ലാതെ അദ്ദേഹം അംഗവസ്ത്രം എടുത്തിട്ട് ഓടി ചെന്നിട്ട് മാർക്കറ്റിൽ ചെന്ന് ഓരോ കടയുടെ മുമ്പേ, വീട്ടിന്റെ മുമ്പേ ഹരിദാസ് ഠാക്കൂറിന്റെ തിരോഭാവ ചടങ്ങ് നടത്തണം, ഭിക്ഷ തരൂ യാചിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ സ്വരൂപ് ദാമോദർ, നിത്യാനന്ദ പ്രഭു ഇവരുടെ ഹൃദയം പൊട്ടാൻ തുടങ്ങി. മഹാപ്രഭു ചെന്ന് വീട് വീടായിട്ട് കടകടയായിട്ട് ഭിക്ഷയെടുക്കുന്നു. അവരെല്ലാം ഓടി വന്ന് സാഷ്ടാംഗം തുടങ്ങി. മഹാപ്രഭു അങ്ങ് ചെല്ലൂ, അങ്ങ് വിശ്രമിക്കൂ, ഇതെല്ലാം ഞങ്ങൾ ചെയ്യാമെന്ന് നിർബന്ധിച്ച് മഹാപ്രഭുവിനെ മാറ്റി അവര് ഭിക്ഷയെടുത്തു. അതെല്ലാം കൊണ്ടുവന്നു മഹാപ്രഭു സ്വന്തം കൈകൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്തു. അത് 3 ദിവസം മഹാപ്രഭു ഹരിദാസ് 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 എന്ന് നിലവിളിക്കുമായിരുന്നു. ഭഗവാനും ഭക്തന്മാരുടെയും ഇടയ്ക്കുണ്ടാകുന്ന മനോഹരമായ ഒരു ബന്ധം. ഹരിദാസ് ഠാക്കൂർ കി ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഭക്തവൃന്ദ ജയ ശ്രീ
Shri Advaita Gadadhara Shivasati Gaura Bhaktavinda Krishna Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare ചൈതന്യ ചരിതാമൃതം വന്നിട്ട് ഇനി ഒരു തലത്തിലുള്ള ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ്. കാരണം പ്രഭുപാദർ പറയുന്നുണ്ട്, സാധാരണ ജനങ്ങൾ ചൈതന്യ ചരിതാമൃതം കേൾക്കുവാണെങ്കിൽ ഒരു ഇമോഷണൽ ഇതായിട്ട് അവർ കരുതും. ഇമോഷണൽ എന്താ പറയാ, വൈരാഗ്യം റിനൗൺസിയേഷൻ അല്ല. ബട്ട് ആക്ച്വലി ഭക്തി എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഭഗവാനുമായിട്ട്. ആ റിലേഷൻഷിപ്പിന്റെ ചെറിയ 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 പെർസെൻറ്റേജ് നമ്മൾ ഈ ലോകത്തിലും കാണുന്നുണ്ട്. വലിയ പണ്ഡിതനായിരിക്കും, ചിലപ്പോൾ ഒരു ഫിലോസഫർ, തത്വജ്ഞനായിരിക്കും, ആര് തന്നെ ആയിക്കോട്ടെ, അയാള് ആ വ്യക്തിയുടെ ചെറുമകന്റെ അടുത്തോ ഒരു ഗ്രാൻഡ് ചൈൽഡിന്റെ അടുത്ത് റിലേറ്റ് ചെയ്യുമ്പോൾ
ആ 2 വയസ്സ് കുട്ടി, 3 വയസ്സ് കുട്ടി അത് ഓടി വന്ന് ആ മുത്തശ്ശന്റെ അപ്പൂപ്പന്റെ മടിയിലിരിക്കുമ്പോൾ ഓഫീസിൽ സംസാരിക്കുന്ന പോലെയാണോ ആ വ്യക്തി ആ കുട്ടിയെടുത്ത് സംസാരിക്കും? ആ കുഞ്ഞിനെ കാണുന്ന നിമിഷം ആ വ്യക്തിയുടെ സംഭാഷണത്തിൽ ഒരു പാട്ട് വരും, അല്ലേ? കുട്ടികളെടുത്ത് നമ്മൾ അങ്ങനെയല്ലേ സംസാരിക്കുക? കഴിച്ചോ, എന്തു പറ്റി, ഒരു പാട്ട്, അല്ലേ? ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഒരു സോങ് വരും. ആ ഹൃദയത്തിൽ ചെറിയ ഒരു ചേഞ്ചസ് വരും. അതിനകത്ത് ഒരു ഉരുകി വരുന്നത് പോലെ ഒരു ഡിഫറെന്റ് ഫീലിംഗ് വരും. അഫെക്ഷൻ എന്നൊക്കെ പറയും. ഭൗതിക ലോകത്തിലും നിസാരമായി കുറച്ച് വർഷങ്ങൾ മാത്രമുള്ളവരെടുത്ത് നമ്മൾ സ്നേഹം കാണിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഭാവത്തിൽ ഇത്രയും വ്യത്യാസം വരുമ്പോൾ എന്റെ ശാശ്വതമായ ബന്ധമാണ് ആരെടുത്ത്? ഭഗവാൻ. എത്ര ജന്മമെടുത്താലും, ഏത് നാട്ടിൽ ജനിച്ചാലും, ഏത് ഗ്രഹത്തിൽ ജനിച്ചാലും, ഏത് രൂപത്തിൽ ജനിച്ചാലും ഈ ബന്ധം നഷ്ടപ്പെടുന്നില്ല. ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഇമോഷൻ എങ്ങനെയായിരിക്കും? ആ ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും ആ ഇമോഷൻ? ഈ ലോകത്തിൽ കാണുന്നതിന്റെ 1000 ഇരട്ടി ഉണ്ടാവും ആ ഇമോഷൻ. സോ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ഗ്രന്ഥം മുഴുവനും അത്തരം ഇമോഷൻസ് ഉള്ളതാണ്. ഒരു ഡിവോട്ടി നിരന്തരം ഇത് കേൾക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഭക്തി സുനിശ്ചിതമാണെന്ന ശാസ്ത്രം. ഇറ്റ്സ് ഗ്യാരണ്ടീഡ് ഇൻ ദ വെരി സെയിം ലൈഫ് ഹി വിൽ അറ്റൈൻ ഡിവോഷൻ ടു കൃഷ്ണ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അദ്ദേഹത്തിന് ഭക്തി ഉണ്ടാകും. അത്രയ്ക്കും പവിത്രമായ ഒരു ഗ്രന്ഥമാണ് ചൈതന്യ ചരിതാമൃത കി. ഇത് നിരന്തരമായി കേൾക്കണം എന്നാണ്. പിന്നെ ഞാൻ ആക്ച്വലി അവിടെ ഇരുന്നൊക്കെ പറയാണ്. അടുത്ത പാസ്റ്റ് ടൈം അല്ലെങ്കിൽ എപ്പിസോഡ് വന്നിട്ട് ദ ലിബറേഷൻ ഓഫ് സാർവഭൗമ ഭട്ടാചാര്യ. സാർവഭൗമ ഭട്ടാചാര്യ ഇവർക്ക് ഒരു മുൻജന്മ കഥയുമുണ്ട്. ഭാഗവതത്തിലുള്ള കഥയാണ്. ബൃഹസ്പതിയും ഉദ്ധവരും തമ്മിലുള്ള ഒരു ബന്ധം. ബൃഹസ്പതിയും ഉദ്ധവരും ആരാണ്? ചാരുവാസ്തി മന്ദജി ഉറക്കം വരും, തൂക്കം വരുത് നമുക്ക് ഇല്ലയാ? ഉദ്ധവരും ബൃഹസ്പതിയും ആരാണ്? കൃഷ്ണന്റെ മകനാണ്. ഉദ്ധവർക്കും ബൃഹസ്പതിക്കും എന്താ ബന്ധം? എന്ന മാമി ഭാഗവതം പണ്ഡിറ്റ്. ഉദ്ധവർക്കും ബൃഹസ്പതിക്കും എന്താ ബന്ധം? ശരി, ഉദ്ധവരാരാണ്? കൃഷ്ണന്റെ കസിൻ. ഓക്കെ. ഉദ്ധവർ വന്നിട്ട് ബൃഹസ്പതിയുടെ ശിഷ്യനാണ്, ദ ഫേവറേറ്റ് ഡിസൈപ്പിൾ. ബൃഹസ്പതി മഹാജ്ഞാനിയാണ്. സോ ഉദ്ധവർക്ക് നിരന്തരം ജ്ഞാനോപദേശം കൊടുത്തോണ്ടേയിരിക്കും. ആര്? ബൃഹസ്പതി. അപ്പോ ഉദ്ധവർ അങ്ങനെ ഭയങ്കരമായ ജ്ഞാനസ്വരൂപിയാണ് ഉദ്ധവർ. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിലെ ആൾ ഭയങ്കര ഇമോഷൻലെസ് ആണ്. എത്ര വേദന വന്നാലും കുലുങ്ങൂല, എത്ര സന്തോഷം വന്നാലും ചിരിക്കൂല. അങ്ങനത്തെ ഒരു എന്താ പറയുക, അടുത്ത് പറഞ്ഞു, യു ആർ സച്ച് എൻ എൽഡർലി പേഴ്സൺ. അങ്ങ് ഉയർന്ന പ്രായം കൊണ്ട് മുതിർന്ന ആളാണ്, വലിയ പണ്ഡിതനാണ്, പണ്ഡിതന്മാരുടെ ഗുരുവാണ് അങ്ങ്, സാർവഭൗമനാണ്. അങ്ങയുടെ വീട്ടിൽ ഞങ്ങൾ ആക്ച്വലി മഹാപ്രഭു എന്താ ചെയ്യുന്നത്? സാർവഭൗമായിട്ട് വല വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബൃഹസ്പതി അങ്ങനെ എങ്ങനെയൊന്നും പിടിക്കാൻ പറ്റില്ല, വലയിടാണ്. അങ്ങ് മഹാപണ്ഡിതനാണ്, റൈറ്റ്? അങ്ങയുടെ വീട്ടിൽ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തി പ്രസാദം കൊടുത്തത് സൗഭാഗ്യമാണ്. പ്ലീസ് പ്ലീസ് അക്സെപ്റ്റ് മീ ആസ് യുവർ ഡിസൈപ്പിൾ. എന്നെ ശിഷ്യനായി സ്വീകരിച്ചാൽ. എനിക്ക് വേദപാണ്ഡിത്യം ഒന്നുമില്ല, ഞാനൊരു ഇമോഷണൽ പേഴ്സണാണ്. ഐ കൻ നെവർ അണ്ടർസ്റ്റാൻഡ് ദ സുപ്രീം ട്രൂത്ത്. പരമസത്യത്തിനെ ശരിക്കും തിരിച്ചറിയാനുള്ള ബോധം എനിക്കില്ല. ഞാനൊരു വികാരജീവിയാണ്. എന്നെ ശിഷ്യനായി സ്വീകരിച്ചാൽ. ഉടനെ സാർവഭൗമയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബൂസ്റ്റപ്പായി. ഈ സെഡ്, അങ്ങനെ ഒന്നും പറയരുത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് അവിടെ സാർവഭൗമ ഭട്ടാചാര്യർ പറയുന്നുണ്ട്. ഓരോ ജീവാത്മാവും ദൈവത്തിന്റെ അംശമാണ്. എസ് ഓർ നോ? റൈറ്റ്? നമ്മൾ ഓരോരുത്തരും ആ ശ്ലോകമുണ്ടല്ലോ, ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. എന്താണ് മീനിങ്? പൂർണ്ണചന്ദ്രന പൂർണ്ണത്തിലിരുന്ന് എത്രയോ അംശങ്ങൾ വെളിയിൽ വരുന്നു. ഈ അംശങ്ങളെല്ലാം പൂർണ്ണമാണ്.
ഒരു പൂർണ്ണത്തിൽ നിന്ന് എത്ര പൂർണ്ണം വന്നാൽ ആ പൂർണ്ണം ഇത്രയും പൂർണ്ണമായി തന്നെ സ്ഥിതി ചെയ്യും. എന്തെങ്കിലും മനസ്സിലായോ? അതാണ് ഉപനിഷത്ത്. റൈറ്റ്? അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവാൻ പാടില്ല. സോ സാർവം ഭട്ടാചാര്യ ഈ ശ്ലോകം പറഞ്ഞിട്ട് പറഞ്ഞു, ഇറ്റ്സ് അമേസിംഗ് ട്രൂത്ത്. അദ്ദേഹം പറഞ്ഞു, ഓരോ ജീവാത്മാവും പൂർണ്ണനാണ്. വി ആർ ഓൾ കംപ്ലീറ്റ്. നമുക്കെല്ലാവർക്കും പാട്ട് പാടാൻ അറിയാം, നമുക്കെല്ലാവർക്കും നൃത്തം ചെയ്യാൻ അറിയാം, നമുക്കെല്ലാവർക്കും പാണ്ഡിത്യം, എല്ലാ വേദങ്ങൾ അറിയാം, നമുക്ക് എല്ലാവർക്കും ശാസ്ത്രം അറിയാം, നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. നമുക്ക് പറക്കാൻ അറിയാം, നമുക്ക് വെള്ളത്തിനകത്ത് നീന്താൻ അറിയാം, തലകുത്തിനി നിൽക്കാൻ അറിയാം, മരം കയറാൻ അറിയാം, മലയിൽ നിന്ന് ചാടാൻ അറിയാം. എല്ലാ ആത്മാക്കൾക്കും എല്ലാം അറിയാം. പക്ഷേ ഒരു കർമ്മം കൊണ്ട് ശരീരം സ്വീകരിക്കുമ്പോൾ കർമ്മം നേടമായിട്ട് ആത്മാവിനെ പൊതിഞ്ഞിട്ട് ചിലര് മാത്രം തുറന്നു വിട്ടിരിക്കും. അപ്പൊ ആ ജന്മത്തില് പാട്ട് പാടാൻ മാത്രം അറിയാം, പാചകം ചെയ്യാൻ മാത്രം അറിയാം. ബട്ട് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും എന്താണ്? എല്ലാം അറിയാം. കൃഷ്ണാവബോധത്തിൽ ഇറങ്ങുമ്പോ ഈ കർമ്മമാകുന്ന മേഘം പതുക്കെ മാറാൻ തുടങ്ങും. അവന്റെ ഭക്തി അനുസരിച്ച് ഇത് മാറുകയും ഈ ഓരോ ജീവാത്മാവും തിളങ്ങുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ആര് വലിയവൻ ആര് ചെറിയവൻ വ്യത്യാസം നോക്കിയിട്ട് ദിസ് വാസ് സെഡ് ബൈ സാർവം ഭട്ടാചാര്യർ ഇത്രയും പറഞ്ഞിട്ട്, സോ ചൈതന്യ, ഞാൻ ഉയർന്നതോ നീ താഴ്ന്നതോ അല്ല, നമ്മളെല്ലാം ബ്രഹ്മം, നമ്മളെല്ലാം ഈശ്വരന്റെ അംശമാണ്. ഒരു ദിവസം നമുക്ക് ഈശ്വരനാകേണ്ട വ്യക്തികളാണ്. ബെസ്റ്റ്. ഗോപിനാഥ് ഭട്ടാചാര്യയുടെ ചോരയൊക്കെ തിളയ്ക്കാൻ തുടങ്ങി. പറഞ്ഞു, സാർവഭൗമ എന്ത് മണ്ടത്തരവാ പറയുന്നു, യു ഡോണ്ട് നോ ഹു ഹി ഈസ്. സാർവഭൗമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ റെസ്പെക്റ്റോടെയല്ലേ സംസാരിക്കും, നീ എന്തിനാ ദേഷ്യം? മഹാപ്രഭു വന്നിട്ട് അവരെ വണങ്ങി, സാർവഭൗമ ഭട്ടാചാര്യരെ വണങ്ങിയിട്ട് ക്ഷേത്രത്തിൽ തൊഴാൻ പോകും. അത് കഴിഞ്ഞിട്ട് സാർവഭൗമ ഭട്ടാചാര്യക്ക് എന്തോ സംഭവിച്ചു. മഹാപ്രഭു വീട്ടിൽ വന്ന് 7 മണിക്കൂർ ബോധം കെട്ട് കിടന്നു. അത് കഴിഞ്ഞ് മഹാപ്രഭു സാർവഭൗമ ഭട്ടാചാര്യ ഭക്ഷണം വിളമ്പി കൊടുത്തു. ഇതെല്ലാം നടന്നതിന് ശേഷം സാർവഭൗമന്റെ മനസ്സിൽ മഹാപ്രഭുവിന്റെ ചിന്തകൾ മാത്രമേ വരുന്നുള്ളൂ. ഹു ഈസ് ദാറ്റ് സന്യാസി? എത്ര മനോഹരമായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എന്തൊരു മാഗ്നറ്റിക് പവറാണ്, എന്ത് പവർ! ഇത് തന്നെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിശി ഗോവിന്ദായി ആര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു? സാർവഭൗമ ഭട്ടാചാര്യ. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. വീണ്ടും ഗോപിനാഥ് ആചാര്യ വിളിച്ചിട്ട് പറഞ്ഞു, യു കോൾ ദാറ്റ് സന്യാസി ടു മൈ ഹൗസ് ഫോർ ലഞ്ച്. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് നീ ഒന്നും നിരീശ്വരവാദിയാണ്, നിന്റെ വീട്ടിൽ കഴിയാം. ഗോപിനാഥ്, ഡോണ്ട് ബി ചൈൽഡ്, ബ്രിങ് ദാറ്റ് സന്യാസി. നീ ബാലിശ്യമായ വർത്താനം ഒന്നും സന്യാസി എന്റെ വീട്ടിൽ കൊടുത്തു. സാർവഭൗമ സോ കാപ്റ്റിവേറ്റഡ്. മഹാപ്രഭുവിന്റെ അടുത്ത് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. വീട്ടിൽ വിളിച്ചോളൂ, ഗോപിനാഥിന് ഇന്ന് എന്തൊക്കെ മണ്ടത്തരായിരിക്കും ഈ മനുഷ്യൻ വിളിച്ച് പറയുന്നത്. ദേഷ്യത്തിൽ വിളിച്ചോണ്ട് വരും. മഹാപ്രഭു പറയും, ഗോപിനാഥ് നെവർ ബ്ലെയിം. അദ്ദേഹത്തിനെ കുറ്റം പറയരുത്. ഹി ഈസ് എ സ്പിരിച്വൽ മാസ്റ്റർ ഫോർ ഓൾ ഓഫ് us. നമ്മുടെ എല്ലാവരുടെയും ആത്മീക ഗുരുവാണ്. ഗോപിനാഥ് ആചാര്യ വിചാരിക്കും, ഈ മണ്ടനാണോ നമ്മുടെ ആത്മീക ഗുരു? എപ്പം നോക്കിയാലും നിരീശ്വരവാദിയും ബ്രഹ്മവും ബ്രഹ്മതത്വവും ബ്രഹ്മസിദ്ധം. ബട്ട് മഹാപ്രഭു said, don't blame സാർവഭൗമ. It's a very exalted personality. ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാണ്. അപ്പൊ മഹാപ്രഭു ഇങ്ങനെ പറയുമ്പോൾ ഭക്തന്മാരെല്ലാം മിണ്ടാതിരിക്കും. അടുത്ത ദിവസം മഹാപ്രഭു വരും, ഭക്ഷണം വീണ്ടും വരും. മഹാപ്രഭുവിന് സദ്യ കൊടുത്ത്. ഒരു ദിവസം മഹാപ്രഭു പോയതിന് ശേഷം സാർവഭൗമൻ ചോദിക്കും, ഗോപിനാഥ് come here. കാരണം പ്രായം കൊണ്ട് ഗോപിനാഥ് ആചാര്യ സാർവഭൗമ ഇളയാളാണ്. Who is this ചൈതന്യ? Can you tell his history? ഈ ചൈതന്യയെ കുറിച്ചൊക്കെ പറയാമോ? അദ്ദേഹത്തിന്റെ സന്യാസ നാമം ശ്രീകൃഷ്ണ ചൈതന്യ. ഓ, ശ്രീകൃഷ്ണ ചൈതന്യാണ് സന്യാസം. അദ്ദേഹത്തിന്റെ ഗുരു ആരാണ്? കേശവ ഭാരതി. ഓ, ഭാരതീയ സമ്പ്രദായം. അപ്പോ ഹൈ ക്ലാസ് സന്യാസി അല്ല, സെക്കൻഡ് ക്ലാസ് സന്യാസി. കുഴപ്പമില്ല, ഞാൻ അതിനെ ശരിയാക്കി തരാം. കേൾക്കുമ്പോ ഗോപിനാഥ് ആചാര്യ ചോരയെല്ലാം തിളയ്ക്കും. എന്ത് മണ്ടത്തരമാ പറയുന്നത്! അദ്ദേഹം ഏറ്റവും ഉയർന്ന വ്യക്തിയാണ്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ, അദ്ദേഹം ഉയർന്ന വ്യക്തിയാണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സന്യാസം സ്വീകരിച്ചിരിക്കുന്നത് 2ാം നിലയിലാണ്. അത് കുഴപ്പമില്ല, എനിക്ക് അതിന്റെ കർമ്മങ്ങളും ചടങ്ങും എല്ലാം ഐ എം എക്സ്പെർട്ട്. ഐ വിൽ അപ്ഗ്രേഡ് ഹിം ടു എ ഹയർ സന്യാസി. ആര്? സാർവഭൗമ. ഞാൻ അദ്ദേഹത്തിനെ ഉദ്ധരിച്ച് മേലെ വലിയ ലെവലിലാക്കി തരാം. ഗോപിനാഥ് ആചാര്യ, യുവർ നോളജ് ഹാസ് മേഡ് യു ബ്ലൈൻഡ്. നിന്റെ ജ്ഞാനം നിന്നെ അന്ധനാക്കി കഴിഞ്ഞു. നിനക്ക് ജ്ഞാനമേ ഇല്ലാത്തതുകൊണ്ട് നീ ശൂന്യമായി കഴിഞ്ഞു. സാർവഭൗമൻ തിരിച്ചു പറഞ്ഞു. ഗോപിനാഥ് ഇസ് ഗെറ്റിംഗ് വെരി ആംഗ്രി. ആരെന്നറിയാമോ? അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്.
ഏത് ശാസ്ത്രത്തിലാ പറഞ്ഞിട്ടുള്ളത്? ഏത് ശാസ്ത്രത്തിൽ പറയണം? അത്ര വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ദൈവത്തിനെ കുറിച്ചറിയാം. നാരായണന് ത്രിയുഗി എന്ന ഒരു പേരുണ്ട്. ത്രിയുഗി നാരായണൻ എന്ന് വെച്ചാൽ നാരായണൻ സത്യയുഗത്തിൽ വരും, നാരായണൻ ത്രേതായുഗത്തിൽ വരും, നാരായണൻ ദ്വാപരയുഗത്തിൽ വരും, കലിയുഗത്തിൽ വരില്ല. പിന്നെ എവിടെത്താണ് ഈ പരമദിവ്യോത്തമ പുരുഷൻ വന്നെന്ന് ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ല. പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കാരുണ്യം വേണം. എനിക്കില്ല, നിനക്കുണ്ടോ കാരുണ്യം? ഇങ്ങനെ പോയ അവസാനം ഗോപിനാഥാചാര്യക്ക് ദേഷ്യം വന്ന് ശപിക്കാതെ, യു ആർ എ ഡ്രൈ ഫിലോസഫർ, വെറും വാദം മാത്രം സംസാരിച്ച് നിന്റെ ഹൃദയത്തിൽ പ്രേമത്തിന് സ്ഥാനമില്ല, നിനക്ക് ദൈവത്തിന്റെ കാരുണ്യം കിട്ടില്ല, നീ ഇങ്ങനെ സംസാരിച്ച് ചത്തുപോകും, നിന്റെ ഹൃദയത്തിൽ ഭക്തിയുണ്ട്. ഭയങ്കരമായിട്ട് ദേഷ്യം കൊണ്ട് കൊന്തളിച്ച് ആവേശം കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ആര്? സാർവം ഭട്ടാചാര്യ പറഞ്ഞു, നമ്മൾ സംസാരിച്ചുകൊണ്ട് നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ ശാന്തനായിരിക്കണം. ജ്ഞാനിയായ ഞാൻ ശാന്തനായിരിക്കുമ്പോൾ നിനക്ക് എന്താ ശാന്തിയില്ല? അപ്പൊ തന്നെ മനസ്സിലായല്ലോ നിനക്ക് വിവേകമില്ല, ബുദ്ധി. ഇതും കൂടെ കേൾക്കുമ്പോൾ ഗോപിനാഥാചാര്യ കൈ കിട്ടിയതല്ലായിരുന്നു തല്ലി പൊട്ടിച്ചിട്ട് അങ്ങ് പോകും. അവിടെ ചെന്ന് മുകുന്ദ ദത്ത എടുത്ത് അവരെടുത്ത് ഇവരെടുത്ത് മഹാപ്രഭുവിന്റെ അടുത്ത്, മഹാപ്രഭു ഇനി സാർവഭൗമന്റെ വീട്ടിൽ പോകരുത്, മഹാപാപിയാണ് അദ്ദേഹം, എന്തെല്ലാം അപരാധമാണ് പറയും, ഈ വീട്ടിലേക്കേ പോകരുത്. മഹാപ്രഭു പറയും, ഗോപിനാഥ് ഹീസ് അവർ സ്പിരിച്വൽ മാസ്റ്റർ, നമ്മളുടെ എല്ലാവരുടെയും ആധ്യാത്മിക ഗുരുവാണ്. അത് കഴിഞ്ഞിട്ട് സാർവഭൗമ ഭട്ടാചാര്യ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടിട്ട് എന്താണെന്നറിയില്ല, ഐ ലൈക്ക് യു സോ മച്ച്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇത്രയും ഒരു ഉയർന്ന ആത്മാവായ നീ വേദാന്തം പഠിക്കാതെ ഈ സാധാരണ വിദ്യാഭ്യാസം ഇല്ലാത്ത വൈഷ്ണവന്റെ കൂടെ ചേർന്ന് റോട്ടിലും തെരുവിലും സമുദ്രതീരത്ത് ഇങ്ങനെ പാടി നൃത്തം വെക്കുന്നത് ശരിയാണ്? ഞാൻ വേദങ്ങൾ പഠിപ്പിച്ചുതരാം, വരൂ എന്ന് പറഞ്ഞു. ഉടനെ മഹാപ്രഭു രണ്ട് കൈയും കൂപ്പി തൊഴുതു പറഞ്ഞു, ഹൗ ഫോർച്യുനേറ്റ് ഐ ആം സാർവഭൗമ ടു ബിക്കം യുവർ സ്റ്റുഡന്റ്. നിങ്ങളുടെ ശിഷ്യനാകാൻ എന്തൊരു വലിയ ഭാഗ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 7 ദിവസം മുമ്പേ ഇരുന്ന് കേട്ടു. സാർവവും ഭട്ടാചാര്യരും ഇങ്ങനെ എന്താ പറയാ, മഴ പെയ്യുന്നത് പോലെ ശ്ലോകങ്ങളും അർത്ഥവും വ്യർത്ഥവും ഇതും 7 days നോൺ സ്റ്റോപ്പ് ഹി സ്പോക്ക്. മഹാപ്രഭു 7 ദിവസം വിനയത്വത്തോട് ഒരു ദിവസം പോലും ഒരു അഭിപ്രായം അതിൽ ഒന്നും മിണ്ടിയിട്ടില്ല. മുഴുവൻ 7 days ഇരുന്ന സ്ഥലത്ത് ഇരുന്ന് കേട്ടു. റൈറ്റ്? ദ പേഷ്യൻസ് ആൻഡ് ടോളറൻസ്. ഒരു മണ്ടത്തരമായ സിദ്ധാന്തം നിങ്ങൾ ആരെങ്കിലും 7 ദിവസം ഇരുന്ന് കേൾക്കും? ബാലകൃഷ്ണൻ നായർ 15 മിനിറ്റ് ഇരുന്ന് കേൾക്കാൻ പറ്റിയില്ല. റൈറ്റ്? 7 days മഹാപ്രഭു ഇരുന്ന് കേട്ടു. കാരണം ആ ജീവാത്മാവിന് അത്രയും പ്രാധാന്യം കൊടുത്തത് കൊണ്ട്. He was sitting 7 days. അത് കഴിഞ്ഞ് സാറിന് ചോദിച്ചു, ചൈതന്യ ഞാൻ 7 ദിവസമായിട്ട് സംസാരിച്ചു, എല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ പറയൂ, ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ചു തരാം. അപ്പോഴാണ് മഹാപ്രഭു വാ തുറന്ന് പറയുന്നത്, സാർവഭൗമ, ഐ അണ്ടർസ്റ്റുഡ് എവ്രിതിങ് എക്സെപ്റ്റ് ദ എക്സ്പ്ലനേഷൻസ് ഗിവൺ ബൈ യു. എനിക്കെല്ലാം മനസ്സിലായി, പക്ഷെ നീ കൊടുത്ത വിശദീകരണം മാത്രം അതെന്താ മനസ്സിലാവാത്തത്? അത് വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. അല്ല, അതല്ല, അത് മുഴുവനും തെറ്റായി. എത്രയോ വർഷങ്ങളായി സാർവഭൗമ ഭട്ടാചാര്യ മുമ്പ് ഇതുവരെ ആരും ചെന്നിട്ട് അന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. For the first time ഗോപിനാഥാചാര്യ ഇത്രയും സംസാരിച്ചപ്പോൾ സാർവഭൗമ ഭട്ടാചാര്യ ഡിസ്റ്റർബ് ആയില്ല. But when Chaitanya Mahaprabhu said your explanations are wrong, ഗോപിനാഥാചാര്യ സാർവഭൗമ ഭയങ്കര ഡിസ്റ്റർബ്. എന്ത് തെറ്റാണ് പറയൂ, അത് പറയൂ, ഇത് പറയൂ. Then Mahaprabhu took one shloka and said, can you explain this Atmarama verse? ആത്മാരാത്മ ശ്ലോകം പറയാം. സാർവഭൗമ ഭട്ടാചാര്യ ചാലഞ്ച് ആയി എടുത്തിട്ട് അടുത്ത നിമിഷം 18 എക്സ്പ്ലനേഷൻ തന്നു ഒരു ശ്ലോകത്തിൽ. നമുക്കൊക്കെ ഒരു ശ്ലോകത്തിൽ ഒരു എക്സ്പ്ലനേഷൻ അതും തലമുറ ബൈഹാർട്ട് എഴുതി വരുന്നതാണ്. 18 different kinds of explanation തന്നു സാർവഭൗമ. Then said, can you explain this to me? Then Mahaprabhu gave one explanation defeating all the 18 explanation. ഒരു നിമിഷം കൊണ്ട് ആ 18 വിശദീകരണത്തിനെയും തോൽപ്പിക്കുന്ന ഒരു സാർവഭൗമ അങ്ങനെ സ്തംഭിച്ചു. He got up from the place. Who is this person? ആരാണ് എന്റെ വീട്ടിൽ വന്നത്? ആരാണ് എന്റെ മുമ്പേ ഇരുന്ന് കഴിച്ചത്? ആരാണ് എന്റെ അടുത്ത് സംസാരിച്ചത്? 7 ദിവസം ഒരു കല്ലിരിക്കുന്ന പോലെ എന്റെ അടുത്ത് കേട്ടത്. He was trembling, he was angry, he was disturbed, he was depressed. എല്ലാ ഭാവങ്ങളും ഉണ്ടായി. അദ്ദേഹം വീട്ടിനകത്ത് ചെന്ന് വാതിലടച്ചു. 3 ദിവസം അടച്ച മുറിയിൽ തന്നെ ഭാര്യയെടുത്ത് സംസാരിക്കുന്നില്ല, മകളെടുത്ത് സംസാരിക്കും, മകനെടുത്ത് എല്ലായിടത്തും ദേഷ്യപ്പെടുന്നു. He was like,
Then Mahaprabhu waited 1 day, 2 day, 3rd day. Mahaprabhu ചെന്ന് ചോദിച്ചു സാർവഭൗമന്റെ വൈഫിന്റെ അടുത്ത്, there is Bhattacharya. വൈഫ് പറഞ്ഞു, ചൈതന്യ, ഞങ്ങൾ ഇത്ര വർഷത്തിൽ അദ്ദേഹം ഡിസ്റ്റർബായി കണ്ടിട്ടേ ഇല്ല. ഇന്നാണ് ആദ്യമായിട്ട് 3 ദിവസമായിട്ട് ആ മനുഷ്യൻ കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, വാതിലും അടച്ചു വെച്ച് ആരെടുത്തും ഞങ്ങൾക്കൊക്കെ ഭയമുണ്ടാകുന്നു. Then Chaitanya Mahaprabhu went to Jagannath temple and prayed and came with പ്രസാദമായിട്ട്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം ധ്യാനിക്കാൻ, ആരാണ് എന്റെ വീട്ടിൽ വന്നത്, എന്നെ നിസാരമായി തോൽപ്പിച്ചതാണ്, ഏത് വ്യക്തിയാണ്. Then he had the revelation, ഇതൊരു സാധാരണ വ്യക്തിയായിരിക്കില്ല, നാരായണൻ തന്നെ വന്നു. Then he saw ഷഡ്ഭുജ നാരായണൻ, രാമനായിട്ടും കൃഷ്ണനായിട്ടും ചൈതന്യ മഹാപ്രഭുവായിട്ടും ആ ഒരു ദർശനം ആർക്കുണ്ടായി? His body started trembling. കണ്ണീന്നൊക്കെ ധാരധാരയായി കണ്ണീര്, രോമാഞ്ചം വരുന്നു, അദ്ദേഹത്തിന് ശരീരമൊക്കെ നടുങ്ങാൻ തുടങ്ങുന്നു. നാരായണനാണ് എന്റെ വീട്ടിൽ വന്നത്, 7 ദിവസമായി നാരായണനാണോ ഞാൻ ഈ വേദങ്ങളൊക്കെ ഉപദേശിച്ചത്, എന്തൊരു ധിക്കാരമാണ് ഞാൻ കാണിച്ചത്, എന്നിട്ടും വിനയത്വത്തോട് 7 ദിവസം ഒരു ചലനമില്ലാതെ എന്റെ മുമ്പേ ഇരുന്നല്ലോ, ഭവ്യതയോടെ ഞാൻ പറയുന്ന അത്ര മണ്ടത്തരം കേട്ടല്ലോ, എന്നിട്ടും ഒരു അക്ഷരം എന്നെ തിരുത്തിയില്ല, എന്നെ ശിക്ഷ വഴക്ക് പറഞ്ഞില്ല, ഒന്നുമേ എന്റെ അടുത്ത് ഒരു സ്വാതന്ത്ര്യം എടുത്തില്ല, വിനയത്വത്തിന്റെ സ്വരൂപമാണ് എന്റെ വീട്ടിൽ വന്നു, ഞാൻ എന്തൊരു ഭാഗ്യമായി എന്നൊക്കെ കരഞ്ഞ് നിലവിളിക്കുമോ. Somebody is knocking the door. സാർവഭൗമ, സാർവഭൗമ, ആരാവൻ തട്ടണ? മഹാപ്രഭു. Then Sarvabhauma opened the door. ഗൗർ നാരായൺ, ഭഗവാൻ സ്വയം നാരായണനെ മുമ്പേ കണ്ടു. ആ മനോഹരമായ ശരീരം, പ്രേമം ചൊരിയുന്ന കണ്ണുകൾ, താമരകൾ പോലത്തെ കണ്ണുകൾ, വലിയ ചെറിയ ബോഡി വാസ് സർക്ലിംഗ്. ഓ സുപ്രീം, രോഗങ്ങൾ ഉദ്ധരിക്കാൻ തുടങ്ങി ഭഗവാനെ സ്തുതിച്ചിട്ട്. അദ്ദേഹത്തിനെ ശരീരത്തോട് ആലിംഗനം ചെയ്ത് സാർവഭൗമ ടേക്ക് ജഗന്നാഥ് പ്രസാദ്. കിട്ടിയ നിമിഷം അത് കോരി കോരി സാർവഭൗമ തിന്നാൻ തുടങ്ങി. മഹാപ്രഭു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹേ ബ്രാഹ്മണ, പല്ല് തേക്കണ്ടേ, കുളിക്കണ്ടേ? കാരണം ഇദ്ദേഹം ആട്ടിയ ബ്രാഹ്മണനാണ്, അത് തൊടൂല, ഇത് തൊടൂല, ഇത് തൊട്ടാ കഴിയുമ്പോൾ അങ്ങനത്തെ പല്ല് തേക്കണ്ടേ? മറുപടി പറയാൻ പോലും തയ്യാറായില്ല. പ്രസാദം മുഴുവനും കഴിച്ചിട്ട് ജീവിതത്തിന്റെ വലിയത് എന്താണ്, ഏറ്റവും വലിയ കാര്യം എന്താണ്? Then Mahaprabhu said, Sarvabhauma, constantly chanting the name of Hari is the highest duty of mankind. മനുഷ്യരാശിയുടെ ഏറ്റവും ഉന്നതമായ ധർമ്മം എന്ന് പറഞ്ഞാൽ നിർത്താതെ യാതൊരു ഖേദവും തടസ്സവുമില്ലാതെ ഹരിയുടെ നാമം ജപിക്കണം. That's all. Sarvabhauma walked out on the street. അടുത്ത നിമിഷം റോട്ടിലിറങ്ങി മായയുടെ മടിയിൽ ഉറങ്ങുന്ന വാസികളെ, പൂരിവാസികളെ, പ്ലീസ് കം ഔട്ട്. The supreme Lord has come in Puri. പരമദിവ്യോത്തമ പുരുഷൻ പുരിയിൽ വന്നിട്ടുണ്ട്, നാമം ജപിക്കൂ. സാർവഭൗമ റോട്ടിലിറങ്ങി വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് എല്ലാ ആൾക്കാരും ഇറങ്ങി നാമം ജപിക്കാൻ തുടങ്ങി. Then സാർവഭൗമ ഭട്ടാചാര്യ saw ഗോപിനാഥാചാര്യ. ഈ എപ്പിസോഡിന് ശേഷം ആരെ കാണുന്നുണ്ട്? ഗോപിനാഥാചാര്യ ആരാണ്? brother-in-law. And with tears, കണ്ണെല്ലാം നിറഞ്ഞിട്ട് he went and touched his feet. ഗോപിനാഥ്, നീ എൻ്റെ ജീവിതത്തിൽ വന്നത് എന്തൊരു സൗഭാഗ്യമാണ്. You opened my eyes. ജ്ഞാനമാകുന്ന തിമിരം എൻ്റെ കണ്ണിനെ മൂടി മറച്ചിരുന്നു, നീ എൻ്റെ കണ്ണുകളെ തുറന്നു. How fortunate I am to have you as my relative. സാർവഭൗമർ ഗോപിനാഥാചാര്യെ കെട്ടിപ്പിടിച്ചു. And Gopinath was constantly crying. ഇതിനായിരുന്നോ മഹാപ്രഭു ഇവിടെ വന്നത്? ഐ വാസ് ബെഗിങ്, എത്ര വർഷമായിട്ട് ഞാൻ ഇത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. And Gopinath was thanking Lord and both of them chanting Gauranga, Gauranga in an ecstatical mood. And Gopinath, and this way Sarvabhauma Bhattacharya attained bhakti. ഈ രീതിയിലാണ് ആർക്ക് ഭക്തി ലഭിച്ചത്? Sarvabhauma Bhattacharya. So Chaitanya Charitamrita is very sweet. It gives a lot of message for senior devotees. അതുകൊണ്ട് എൻ്റെ ഒരേ ഒരു റിക്വസ്റ്റ്, ദീക്ഷ എടുത്ത ഭക്തന്മാര്, സീനിയർ ആയിട്ടുള്ളവർ, ഇവരെല്ലാം ചൈതന്യ ചരിതാമൃത റെഗുലറായിട്ട് വായിക്കണം. ഷുഡ് ട്രൈ ടു ഡു ഓൾ ദാറ്റ്. ശ്രീ ഗൗരംഗ മഹാപ്രഭു കി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ Krishna Krishna Hare Hare